ഇന്ന് ഞാൻ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ പേളിമാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന തക്കാളി ചോറുണ്ടല്ലോ, അതല്ല കേട്ടോ ഇത്. എന്നാൽ കാരണം എൻ്റേതൊരു തട്ടിക്കൂട്ട് തക്കാളി ചോറാണ്. വേറൊന്നുമല്ല, അതിന് കാര്യമായിട്ട് വേണ്ട സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഒപ്പിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിനെയാണല്ലോ ഈ തട്ടിക്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ തട്ടിക്കൂട്ട് തക്കാളി ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് നെയ്യ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓയിലിനേക്കാളും നല്ലത് പിന്നെ വെളിച്ചെണ്ണയാണല്ലോ. അപ്പോൾ നെയ്യില്ലാത്തത് കൊണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവോളയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക കേട്ടോ. പിന്നെ ഇത് കഴിക്കുന്ന ആർക്കും തോന്നില്ല കേട്ടോ ഇതൊരു തട്ടിക്കൂട്ട് തക്കാളി ചോറാണെന്നുള്ളത്. കാരണം ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സവോള ഇട്ട് ഒരു 2 ഇളക്കൽ ഇളക്കിയിട്ട് ഞാനും ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ടിരിക്കും, ചിലതൊക്കെ വെളുത്തുകൊണ്ടിരിക്കും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കുക കേട്ടോ. അല്ലെങ്കിലും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ ഈ സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ വഴറ്റാറുണ്ട് കേട്ടോ. എനിക്കതിങ്ങനെ വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അത് നല്ല ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ മുരിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുള്ളത്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഏകദേശം സവോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് തക്കാളി ചോറ്, അതേപോലെ ബിരിയാണി, നെയ്ച്ചോറ്, ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, മക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ചിക്കനൊന്നും വേണ്ട, അവർക്ക് ആ ഒരു റൈസ് കിട്ടിയാൽ മതി കേട്ടോ. ആ ഒരു ഫ്ലേവർ ഉണ്ടായാൽ മതി. അപ്പോൾ ഫുഡ് കഴിച്ചോളും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെറും ചോറൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊരു ഉപ്പേരി, ഒരു കറി, ഒരു അച്ചാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർ ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ബിരിയാണി അരി ഒന്നും ഉണ്ടാവാറില്ല. അപ്പം ഞാൻ ചെയ്യുന്നൊരു പണിയാണ് പച്ചരി കേട്ടോ. പച്ചരി ഉപയോഗിച്ചും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് ഞാൻ അതിനിടയ്ക്ക് സ്പൈസസ് ഒക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എല്ലാ സ്പൈസസും ഒന്നും ഇല്ലായിരുന്നു. ഏലക്കായ, പട്ടേൻ്റെ ഇല, അതൊക്കെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അതേ ഞാൻ നമ്മുടെ സുജാതേച്ചീൻ്റെ 2ാമത്തെ മോളുണ്ടല്ലോ, അതിനെടുത്തിട്ട് അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ തട്ടി കൊടുക്കുകയാണ്. മാക്സിമം അങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കൈയിട്ട് വടിച്ചിട്ടും എനിക്കൊരു സമാധാനം കിട്ടണില്ല കേട്ടോ. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി ഒഴിക്കും, ആ ജാറിലുള്ളത് മാക്സിമം അങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ദോശ, ഇഡ്ഡലി മാവ് അരയ്ക്കുമ്പോഴും അതേപോലെ എന്തെങ്കിലും കറിയിലേക്ക് തേങ്ങ അരയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു എന്താ പറയുക, ആ ജാറിലുള്ളത് മുഴുവൻ കിട്ടിയെന്നൊരു തോന്നലാവുക. ഇത് കണ്ടിട്ട് എന്നെ പിശുക്കിന്നൊന്നും വിളിക്കേണ്ട കേട്ടോ, ഞാൻ അങ്ങനെയാണ്. ഇതോടുകൂടി നമ്മുടെ ഇളക്കൽ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട, നന്നായിട്ട് ഇളക്കണം. ആ ഒരു തക്കാളിയുടെ ഒരു പച്ച ചൊയ ഉണ്ടല്ലോ, അത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഫ്ലെയിം ഹൈ സ്പീഡാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ അതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതേ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് നല്ല എരിവാണ് കേട്ടോ, അപ്പോൾ കുറച്ചിട്ടാൽ മതി. ഞാനിവിടെ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവില്ലാത്ത പൊടിയാണ്, അതുകൊണ്ടൊരു 2 സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ഉണ്ടെങ്കിൽ അതും ചേർക്കാം. നല്ല തക്കാളി ചോറിന് നല്ല കളറായിരിക്കും, നല്ല റെഡ് കളർ കിട്ടും. അപ്പം എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, കാശ്മീരി പൊടി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് കഴിഞ്ഞിരുന്നു, അപ്പോൾ ഞാൻ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇലയുണ്ടല്ലോ, ചോറ്റല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബിരിയാണി ഇല എന്നാണ് പറയാറുള്ളത്. ഇത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ നമ്മുടെ ചോറിന്. വേറെ ഒന്നുമില്ലെങ്കിലും ഈ ഒരൊറ്റ ഇല മതി കേട്ടോ നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ തക്കാളി ചോറ്, നെയ്ച്ചോറൊക്കെ സൂപ്പറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അതൊരൊറ്റ ഇലയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞാനിതേ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി അരി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയി വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, മാവേലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ അരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് വേവും, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ആ ചോറ് വീണ്ടും അരി പോലെ ഇങ്ങോട്ട് മൂരിച്ച് വരും. അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, രാത്രിയാണ്. അപ്പോൾ 1.5 നാഴിയാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. അതന്നെ ബാക്കിയായിരുന്നു.
അപ്പോൾ അതിലേക്ക് ഞാൻ കെറ്റിൽ നമ്മുടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാ. പിന്നെ ഞാൻ ഈ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പാകമാണോ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മൂടിയൊക്കെ വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് പിന്നെ എൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, നമ്മൾ ആ ഒരു കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പാത്രങ്ങളും കാര്യങ്ങളും മാത്രം. അത് അപ്പം തന്നെ ചെയ്ത് വെച്ചാൽ നമുക്ക് പകുതി പണി കുറഞ്ഞ് കിട്ടും. പിന്നെ കുക്കിങ്ങിന് എടുത്തിട്ടുള്ള മസാലപ്പൊടികളും ടിന്നുകളും ഒക്കെ അതിൻ്റേതായ സ്ഥലത്തേക്ക് തിരിച്ച് കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇത് വിസിൽ വരുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് തേങ്ങയും പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളകും, എരിവില്ലാത്ത പച്ചമുളകായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 ഇല കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സുറുക്ക ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചമ്മന്തി ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കൂടി മിക്സിയിൽ അരച്ചിട്ട് ചമ്മന്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയം ആ സമയം കൊണ്ടാണ് കേട്ടോ കുക്കർ വിസിൽ വന്ന്, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വിസിൽ മുഴുവനായിട്ട് വന്നതിന് ശേഷം ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ആ ഒരു എയർ പോക്കാതെ അങ്ങനെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാനായപ്പോഴാണ് കുക്കറിൻ്റെ മൂടി തുറന്നത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു അരിക്ക് ഒരു വിസിൽ തന്നെ ധാരാളമാണ് കേട്ടോ, കറക്റ്റാണ് വേവ്. പിന്നെ നമ്മൾ ആ കുറച്ച് നേരം എയറിൽ ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ, അത് എയർ കളയാതെ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ചോറിന് കിട്ടും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇനി ഞാൻ ബിരിയാണി വെന്തതിന് ശേഷമുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സമയത്ത് ഈ കുക്കറിൻ്റെ മൂടി തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഒടുക്കത്തെ സ്മെല്ലായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ കഴിക്കാൻ വായോ എന്ന് വിളിക്കുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലായിരുന്നു, ഭയങ്കര സ്മെല്ല് കേട്ടോ. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എന്ത് ബിരിയാണിയാണ്, ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ എന്നൊക്കെ. അത് ഈ ഒരു ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ഒരു ഇല ഉണ്ടല്ലോ, ആ ഇലേൻ്റെ സ്മെല്ലാണ് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പുകയാണ്. അപ്പം ഞാൻ എനിക്കുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്, എനിക്കും അല്ലൂരും കൂടി ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേച്ചി തന്നിട്ടുണ്ടായിരുന്ന പുളിഞ്ചി ഉണ്ടായിരുന്നു, ചേച്ചി പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് എന്ന്, അപ്പോൾ ആ ചമ്മന്തി എടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നെല്ലിക്ക മാങ്ങയൊക്കെ ഉപ്പിലിടുന്ന പോലെ ബീട്രൂട്ട് ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിലേക്ക് ചിക്കനോ മുട്ടയോ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും തട്ടിക്കൂട്ട് ബിരിയാണി പച്ചരി കൊണ്ടോ ബിരിയാണി അരി കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ. ആദ്യമൊക്കെ ഞാനിങ്ങനെ കുക്കറിൽ ഈ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വെള്ളമൊക്കെ കയറിയിട്ട് അതിങ്ങനെ കുഴഞ്ഞിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് കാരണം വേവാതെ വരും, അങ്ങനെയൊക്കെ പല ഫോൾട്ടും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ തെറ്റുന്നാണല്ലോ ഓരോന്ന് പഠിച്ച് ശരിയിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും ഇപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുട്ടാട്ടം കഴിച്ചൊരു പകുതി ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദിയേം കഴിച്ചു, സൂപ്പറാണ് നല്ല അഭിപ്രായം പറഞ്ഞു. അബി ആ സമയത്ത് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു കിളീനെ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ ഇടാം കേട്ടോ. അപ്പോൾ അവനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ തട്ടിക്കൂട്ട് തക്കാളിച്ചോറ് അഥവാ കുക്കർ ബിരിയാണി എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? തട്ടിക്കൂട്ടിൻ്റെ ആൾക്കാരാണെങ്കിൽ അതും കൂടി ഒന്ന് പറയട്ടോ.